ഹലോ ഗൈസ്, നമുക്കിന്ന് പോട്ടിക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പോട്ടി എന്ന് പറഞ്ഞാൽ കുടൽ എന്ന് പറയും. അപ്പം ഇതറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ ഇതായിട്ട് പറഞ്ഞത്. ഒന്ന് വിചാരിക്കരുതേ. അപ്പം നമുക്കത് ഇന്ന് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എനിക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത പോട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനത് വെച്ചിട്ട് നിങ്ങളെ എങ്ങനെയാണ് നമ്മളൊന്നും കൂടി ക്ലീൻ ചെയ്തെടുത്തിട്ട് റെഡിയാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം എല്ലാവരും ഒന്നും കൂടി പറയുകയാണ്, എല്ലാത്തിലും പറയുന്നതാണ് എങ്കിലും വീണ്ടും പറയുവാണ് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവരും തമ്മി അങ്ങോട്ട് നിങ്ങളുടെ ഗ്രൂപ്പുകളിലോട്ടൊക്കെ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സഹായിക്കണം. അപ്പം ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും വളരെ നന്ദി കേട്ടോ. വരും, നമുക്ക് പൊട്ടിക്കറി ഉണ്ടാക്കാൻ പോകും. വരൂ കൂട്ടുകാരെ. നമുക്കാദ്യം പോട്ടി ക്ലീൻ ചെയ്തെടുക്കുന്നതിനായിട്ട് നമുക്കൊരു ഇഡ്ഡലി പാത്രത്തിൽ, ഇത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു കുട്ടളം പോലത്തെ ചെറിയൊരു വട്ടത്തിലെ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാം നമുക്ക്. അപ്പം ഞാൻ അതിനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അതവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് പോട്ടി ക്ലീൻ ചെയ്യാം. പച്ചവെള്ളത്തിൽ ആദ്യം ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം ഇതിലിടാൻ. അപ്പം ആ പച്ചവെള്ളത്തിൽ ക്ലീൻ ചെയ്യുന്ന സമയം കൊണ്ട് ഇത് തിളച്ചോളും. അപ്പം നമുക്കത് ക്ലീൻ ചെയ്യാൻ പോവാം. വരൂ, നമുക്കാദ്യം പോട്ടി ക്ലീൻ ചെയ്തെടുക്കാം. കണ്ടോ, നല്ല ഫൈനായിട്ട് ക്ലീൻ ചെയ്ത പോട്ടിയാണേ. നമുക്കത് നന്നായിട്ട് പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കാം. ഈ കുടലിൻ്റെ ഉള്ളിൽ നിന്നുള്ളത് നെയ്യ് തന്നെയാണത്. അപ്പം അത്രയും നെയ്യൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പം അതൊക്കെ കളയാം കേട്ടോ, കുറേ നെയ്യൊക്കെ. എന്നുവെച്ചാൽ അല്ലെങ്കിൽ ആ നെയ്യ് ഭയങ്കര കൂടുതലായാലും നമുക്ക് നല്ലതല്ല കേട്ടോ. അപ്പോൾ ഈ ഇതിൽ കുടലിനകത്തുള്ള അഴുക്കും പോകും, ആ നെയ്യും പോയി കിട്ടും. ഇങ്ങനെയുള്ള ആ നെയ്യേ എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അത് നന്നായി ക്ലീൻ ആകുകയും ചെയ്യും. ആ നെയ്യിലാണ് അത് പിടിച്ചിരിക്കുന്നത്. ഇതെടുത്ത് ഇതൊക്കെ വേറെ ഒന്നും ക്ലീൻ ചെയ്യാനില്ല, ബാക്കിയെല്ലാം നല്ല നീറ്റാണിത്. രണ്ട് ഭാഗമാക്കി ക്ലീൻ ചെയ്യാം.
നന്നായിട്ട് പല പ്രാവശ്യം മാറ്റി മാറ്റി നന്നായിട്ട് കഴുകണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മുഷ്കും മണമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് കഴുകണം. ഓക്കെ, അപ്പോൾ കുറേ പ്രാവശ്യം തന്നെ കഴുകണം. വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്, തിളച്ചിട്ട് നന്നായിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് നമുക്ക് കഴുകി വെച്ച പൊട്ടിയുടെ പീസുകൾ നമുക്ക് അങ്ങോട്ടിടാം. മേത്ത് തെറിക്കാതെ സൂക്ഷിച്ച് വേണം ഇടാനായിട്ട്. തിളച്ച വെള്ളത്തിലേക്കാണ് ഇടുന്നത്. അടുപ്പ് ഓഫ് ചെയ്തിട്ടില്ല, ഓണാണ്. സൂക്ഷിച്ച് പതുക്കെ ഇടണം, ഒന്നിച്ചിടരുത്. കുറേശ്ശെ ഇട്ടാലും മതി. ചെറിയ ചെറിയ പാത്രങ്ങളിലായിട്ട്. ഞാൻ രണ്ടായിട്ടാണ് വെച്ചേക്കുന്നത് കണ്ടോ. ഇത് ചൂടുവെള്ളം ആയതുകൊണ്ട് സൂക്ഷിച്ച് വേണം, വളരെ സൂക്ഷിക്കണം ഇതൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ട് ഇത് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ നെയ്യൊക്കെ ഇളകി പോവുകയും ആ ഒരു മുഷിക്കും മണം അങ്ങനെയുള്ളതെല്ലാം പോയി കിട്ടും കേട്ടോ. ഇങ്ങനെ ചൂടുവെള്ളത്തിലൊന്ന് അങ്ങനെ ഇരിക്കട്ടെ. ഈ ചൂടുവെള്ളത്തിൽ ഇട്ട ശേഷം വീണ്ടും തണുത്ത വെള്ളത്തിൽ ഇടരുത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇത് മൂരിച്ചു പോകും. ഇത് നമ്മൾ വേവിക്കാൻ ഇടുമ്പോഴാണെങ്കിലും തിളപ്പിച്ച് ആറിയ വെള്ളമേ ഇടാവൂ, പച്ചവെള്ളം ഇടരുത് കേട്ടോ. ചൂടോടെ ഇട്ടാലും കുഴപ്പമില്ല, പക്ഷേ തിളപ്പിച്ച വെള്ളമായിരിക്കണം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ കുറേ നെയ്യൊക്കെ ഉരുക്കും. ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടില്ല, തീ ഓണാക്കി തന്നെ വെച്ചേക്കുന്നത്. ആ തീയിലങ്ങനെ ഇത്തിരി ഇരിക്കട്ടെ. അപ്പം അതിൻ്റെ ആ നെയ്യൊക്കെ കുറേ ഉരുകും കേട്ടോ. നമുക്ക് കുക്കറിൽ പൊട്ടി പുഴുങ്ങാനായിട്ട് ഇഞ്ചി ഉണ്ടോ, ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചമുളക്, വേപ്പില ഉണ്ടോ, ഒക്കെ നമുക്കതിലേക്ക് ഇടാം. ഞാൻ ആദ്യം ഇഞ്ചി ചതച്ചെടുക്കട്ടെ ഉണ്ടോ. അടുത്തത് നമുക്ക് പച്ചമുളക് അരിഞ്ഞെടുക്കാം. പൊട്ടി പുഴുങ്ങുന്നതിലേക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചി ചതച്ചത്, പച്ചമുളക് അരിഞ്ഞത്, മസാല, ഗരം മസാലപ്പൊടി, വേപ്പില, കുരുമുളക് പൊടി. ഇത്രയും സാധനങ്ങൾ നമുക്ക് പൊട്ടി ഇട്ടിട്ട് അതിൻ്റെ മീതെ ഇടാം. കണ്ടോ, ഇവിടെ ചൂടാക്കിയപ്പോൾ നെയ്യ് പൊങ്ങി വന്നേക്കുന്നുണ്ട്. അതിൻ്റെ അഴുക്കും നെയ്യും എല്ലാം കൂടി ഉള്ള ഇതാണ്. അപ്പോൾ ഈ നെയ്യൊക്കെ നമുക്ക് ഊറ്റിക്കളയുമ്പോൾ അത് പൊക്കൂല, അത്രയും നമ്മുടെ ശരീരത്തിനുള്ളിൽ പോകൂല. ഇതേപോലെ ഒന്ന് നന്നായിട്ട്, അതുപോലെ ഇത് ചുരുങ്ങുകയും ചെയ്യുമെന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ. എന്നിട്ട് നമുക്കിതിനെ ഊറ്റി എടുത്തിട്ട് നമുക്ക് ഏതിലാണ് വേവിക്കുന്നത് വെച്ചാൽ ആ കുക്കറിലേക്ക് ഇടാം. കണ്ടോ,
ഞാൻ ഈ കുക്കറിലാണ് വേവിക്കുന്നത്. തണുത്ത വെള്ളം ഒട്ടും ഇടരുത് കേട്ടോ. തണുപ്പിട്ട് കഴിഞ്ഞാൽ ഇത് ഒന്നും കൂടി മൂരിക്കും, വേവാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം പിന്നെ തണുപ്പ് കൊള്ളിക്കരുത്. നമുക്ക് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കാം ഇതിൻ്റെ ഒഴിക്കാനായിട്ട്. തിളപ്പിച്ച് കഴിയ വെള്ളമല്ല കേട്ടോ, വേറെ പുതിയ വെള്ളം ഒഴിക്കണേ. നമുക്കിത് മൊത്തം ഇതിലേക്ക് കുക്കറിലേക്ക് കോരിയിടാം. ഇഞ്ചി, പച്ചമുളക്, വേപ്പില, കുരുമുളക് പൊടിച്ചത്, ഗരം മസാലപ്പൊടി, ഇത്രയും ഇതിലേക്ക് നമുക്ക് ഇടാം. ഞാനത് ഊറ്റി കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്, വേവിക്കാനുള്ള കുക്കറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ പൊടികൾ ചേർക്കാം. ഇത് ഈ മുളക് ഇഞ്ചിയൊക്കെ ചേർക്കാം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കണ്ടോ, മഞ്ഞൾപ്പൊടി 2 സ്പൂണാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. തിളച്ച വെള്ളമാണ്, ഒഴിക്കുമ്പോൾ ഒക്കെ സൂക്ഷിക്കണം കേട്ടോ. തിളപ്പിച്ച ആറിയത് ഒഴിച്ചാലും മതി. നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ചൂടോടെ ഒഴിക്കുവാണ്. അത് നന്നായിട്ട് ഇത് പൊട്ടി നെകക്കെ ഒഴിക്കണം കേട്ടോ. നന്നായിട്ട് പട്ടുപോലെ ഇട്ട് വേവിക്കേണ്ടതാണ്. എത്രത്തോളം വേകുന്നു അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും. കുക്കർ എത്ര എന്ന് വെച്ചാൽ അതിൻ്റെ അളവിൽ നെകക്കെ വെള്ളം ഒഴിക്കണം. കണ്ടോ, നല്ല തളതളാന്ന് പഞ്ഞി പോലെ വരും വരെ ഇട്ട് വേവിക്കണം. ഓരോ പ്രാവശ്യവും വിസിലടിച്ച് കഴിഞ്ഞ് ഇതൊന്ന് ഇളക്കി കൊടുത്തിടണം. അടുത്തത് വെക്കാൻ കേട്ടോ, വീണ്ടും വേവിക്കാൻ വെക്കാനേ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ പിടിക്കും, കുക്കറിൻ്റെ അടിയിൽ പിടിക്കും, പൊടികളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അത് ഓരോ വിസിലടിച്ച് തുറന്ന് വേവ് നോക്കി ഒന്നും കൂടി വീണ്ടും അങ്ങനെ നല്ല എത്ര പട്ടുപോലെ വേവുന്നോ അത്രയും രുചിയായിരിക്കും. ഇതിന് മീതെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുക്കറും മൂടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് ഓരോ വിസിൽ വരുമ്പോഴും തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിട്ട് അടുക്കി പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് രണ്ടാമത് വീണ്ടും വേവിക്കണം. നല്ല പട്ടുപോലെ വേഗം വരെ അതുപോലെ വേവിക്കണം. എത്രത്തോളം പഞ്ഞി പോലെ വരുന്നോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, കുക്കറിൻ്റെ വിസിൽ ഒരടി 2 അടി എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഓരോ കുക്കറിൻ്റെ എയർ നിൽക്കുന്നതനുസരിച്ചും നമ്മളിടുന്ന സാധനത്തിൻ്റെ വേവ് മൂപ്പ് ഓരോ വളർച്ച മൂപ്പൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ ആ മൂപ്പ് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ വേവും വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മളെടുത്ത് തന്നെ നോക്കണം വെന്തോ ഇല്ലയോ എന്നുള്ളത്. അതായത് കുക്കറിന് ഇത്ര വിസിലൊന്നും ഞാൻ പറയുന്നില്ല. ഇതാകുമ്പോഴത്തേക്കും കുറേ വിസിൽ തന്നെ അടിക്കണം. 1 വിസിലടിച്ചു, 2 അടിച്ചു, വെന്തില്ല എന്നോർത്ത് വീണ്ടും വെക്കാതിരിക്കരുത്.
വീണ്ടും തിളപ്പിച്ചാറിയ വെള്ളം വറ്റി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും തിളപ്പിച്ചാറിയ വെള്ളം വെച്ച് നന്നായിട്ട് ഇളക്കി കൂട്ടി വീണ്ടും വേവിക്കണം. ഈ പോട്ടി നന്നായിട്ട് വേവണം കേട്ടോ, കുറേ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വേവിച്ചിട്ട് ഒരു കുക്കറിൽ വെച്ചു എന്നോർത്ത് നന്നായി വെന്തു എന്ന് വിചാരിക്കണ്ട. വീണ്ടും വീണ്ടും വേവോളം വെക്കണം കേട്ടോ. നല്ല പട്ടുപോലെ പഞ്ഞി പോലെ വരും വരെ വെച്ച് വേവിച്ച് തന്നെ എടുക്കണം. ഇറച്ചി വേവിക്കുന്ന പോലെ ഒരടി രണ്ടടിക്ക് ഇത് വേവില്ല, നന്നായിട്ട് വേവണം. അല്ലാന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ദഹിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ വയറുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വേവിക്കണം. എത്രത്തോളം വേവുന്നോ അത്ര ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ രണ്ടാമത്തെ വിസിലാണ് അടിച്ചത്. ഞാനിത് ഓഫ് ചെയ്തിടുവാണ്. അത് കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടി ഇളക്കിയിട്ട് വീണ്ടും സ്റ്റൗ ഓണാക്കി വീണ്ടും ഇതിൽ വെച്ച് വീണ്ടും അടുപ്പിക്കുന്നതായിരിക്കും, അതിൻ്റെ വേവ് നോക്കിയിട്ട്. ഓക്കെ, വെള്ളം പാകം ആണോ പോരായ്മയുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ വീണ്ടും വെക്കുന്നതാണ്. കണ്ടോ, ഞാൻ 2 പ്രാവശ്യം ആദ്യം 2 വിസിൽ ഇട്ടിട്ട് ആവി പോയിട്ട് വീണ്ടും 2 വിസിലും കൂടി വെച്ചിട്ട് എടുത്തേക്കുന്നതാണിത്. വെള്ളം അധികം വറ്റിയില്ല, നെകൊക്കെ വെച്ചുകൊണ്ട് ഇതിൽ നിന്ന് തന്നെയുള്ള വെള്ളവും വന്നിട്ടുണ്ടല്ലോ. വെള്ളം വറ്റിയിട്ടുമില്ല, നന്നായിട്ടായിട്ടില്ല. ഇനിയും നല്ല പട്ടുപോലെ വേവണം, എന്നാലും അതിൻ്റെ ടേസ്റ്റ് കഴിക്കുന്ന ആളുകൾക്ക് അതൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനിയും വേവിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഓഫ് ചെയ്തിട്ട് വേവിച്ചാൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് വേവിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വെള്ളം വറ്റിപ്പോവും, ഈ ആവി പോയി. അപ്പോൾ ഇതുപോലെ ആവിയിലിരുന്ന് വേവാൻ അനുവദിച്ചാൽ അത്രയും കൂടി നല്ലത്. ഗ്യാസ് ലാഭം, സമയം ഇത്തിരി എടുക്കുമെന്ന് മാത്രം. ഞാൻ വീണ്ടും അടച്ചു വെച്ച് വീണ്ടും വേവിക്കാൻ പോവാണ്. നമുക്കിനി പോട്ടിക്കറിക്ക് വേണ്ടിയിട്ടുള്ള പീര വറുക്കാം. തേങ്ങ വറുത്തരച്ച് ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പീര വറുക്കാം. അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള കുരുമുളക്, കറിയാമ്പ്, പെരുംജീരകം, ഏലക്ക, കറുവാപ്പട്ട, ഇത്രയും. അത് മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇടാനുള്ളതാണ്. അപ്പം നമുക്ക് അത് എടുക്കാം. നമുക്ക് പീര വറുക്കാം. നേരി തീയിൽ വറുത്താൽ മതി കേട്ടോ. കൂടുതൽ തീ ഉണ്ടെങ്കിലേ പെട്ടെന്ന് ഓരോ ഭാഗം കരിയും. അപ്പം എല്ലായിടത്തും ഒരേപോലെ ചൂട് കിട്ടി വറുക്കാൻ വേണ്ടിയിട്ടാണ് നേരി തീയിൽ വെക്കാൻ പറഞ്ഞത് കേട്ടോ. ഒരു പൊടിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് കുരുമുളക്, കറുവാപ്പട്ട, ഏലക്ക, പെരുംജീരകം, കറിയാമ്പ് ഇത്രയും അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റോട് കൂടിയൊക്കെ കിട്ടാനാണെങ്കിൽ
ഏകദേശം ഒന്ന് വാടിയാൽ മതി. അല്ല നല്ല മൂത്ത് നല്ല തേങ്ങ വറുത്തരച്ച പോലെ തന്നെ കിട്ടണമെങ്കിൽ കുറേ കൂടി നന്നായിട്ട് ആ ബ്രൗൺ കളർ തന്നെ വരണം. എങ്കിൽ മാത്രമേ ആ വറുത്തരച്ച് വെക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഒരു പാലിൻ്റെ ചുവ കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ. അപ്പം എന്താണെന്ന് വെച്ചാൽ പിഴിഞ്ഞൊന്നും എടുക്കണ്ട. അപ്പം അത് ഇത് അടിച്ചങ്ങ് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാട്ടുന്നത്. നമുക്കിപ്പോൾ നന്നായിട്ട് വറുത്തരച്ചാണ് വെക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മൂക്കണം. അതിൽ വലിയ വലിയ പീര ഉണ്ടാവുമല്ലോ, അതിനെ നമ്മളിങ്ങനെ നടുക്കിട്ട് ചെയ്യാം. മറ്റേ ചെറിയത് വേഗം മൂക്കും. അപ്പോൾ അത് നമ്മൾ ഒരു സൈഡിലോട്ട് അരിച്ചെടുക്കുന്ന പോലെ ഈ മീതേന്ന് ഇങ്ങനെ തടുത്ത് ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ അടിയിൽ ഇത് കിട്ടും. കണ്ടോ? അങ്ങനെ വന്നത് അങ്ങോട്ട് തടുത്ത് നീക്കി വെക്കുക. എന്നിട്ട് ബാക്കി ആ വലുത് ഇട്ട് തിരിച്ച് മറിച്ചിട്ട് ചൂടാക്കുക. കണ്ടോ? ഈ വലുതിനെ മാത്രം എടുത്തിട്ട്. അപ്പോൾ വലുത് നന്നായി മൂക്കും. ചെറുത് മൂത്ത് ഇതിൻ്റെ ഒപ്പം മൂക്കാനിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകുകയില്ല. കണ്ടോ? നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ മല്ലിപ്പൊടി കേട്ടോ. അധികം മല്ലിപ്പൊടി വേണ്ട, തേങ്ങ വറുത്തരച്ച് ചേർക്കുന്നുണ്ട്. കുറച്ച് മല്ലിപ്പൊടി മതി. മല്ലിപ്പൊടി മൂക്കുമ്പോൾ നല്ലൊരു മണം വരും. ചെറിയ സ്പൂണിന് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരാളെ കാണിച്ചു തരാമേ. ഒരാളെ ഞാൻ ഇവിടുന്ന് മാറ്റി അപ്പുറത്ത് കൊണ്ടിരുത്തിയതാണ്. അവിടെ ഇരുന്ന് ഇരിക്കപ്പുറത്തി ഇല്ലാഞ്ഞിട്ട് പതുക്കെ ചാടി വന്ന് കയറിയിരിക്കുന്ന സ്ഥലം നോക്കിയേ. എൻ്റെ മുളക് പൊടിയുടെ ടിന്നിൻ്റെ മേളിൽ എന്താ അത് മറിച്ചിട്ട് എന്താ എന്തോ എൻ്റെ കുഞ്ഞ് കാണിക്കുന്നത്. ഇവിടെ ഇരുന്നോ, അവിടെ ഇരുന്ന് ചാഞ്ചിക്കോ. ഇനി ഇറങ്ങി അടിയുള്ളൂ കേട്ടോ അമ്പ. നല്ല കുഞ്ഞാണേ, ചാഞ്ചിക്കോ കേട്ടോ. അവളുടെ പുറകെ പോയത് കരിയും. മഞ്ഞൾപ്പൊടി ഇട്ടു. നമ്മൾ ഇനി അടുത്തത് മുളക് പൊടി എടുക്കാം. നമുക്ക് മുളക് പൊടി ഇടാം. കുരുമുളക് ഉള്ളുണ്ട്, അധികം മുളക് പൊടി ഞാൻ ചേർത്തിട്ടില്ല. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അധികം മൂക്കണ്ട. മുളക് മൂത്ത് കഴിഞ്ഞാൽ അതൊരു കരിച്ചിൽ ചുവ വരും. നല്ല ചൂടുള്ള ചട്ടിയുമാണ്. അപ്പോൾ അതിലിരുന്ന് ചൂടാറേണ്ടതാണല്ലോ. ഇത് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കി ഒന്നും കൂടി ചൂടൊക്കെ കയറിയിരിക്കണ മുളകായതുകൊണ്ട് അധികം നേരം ചൂട് ചട്ടിയിലും കൂടി ഇരിക്കുമ്പോൾ അത് കരിയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്തത്. ഇനി ഇതിൻ്റെ ചൂട് പോയ ശേഷം നമുക്ക് മിക്സിയിൽ അടിച്ച് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. ആ സമയത്ത് ഇത് ചൂടാറി അടിക്കുന്നതിന് മുമ്പേ നമുക്ക് താളിക്കാൻ വേണ്ട സവാളയൊക്കെ എടുക്കാം.
ഇനി നമുക്ക് വെളുത്തുള്ളി ചതച്ചെടുക്കാം. നമുക്ക് തേങ്ങ വറുത്തരച്ചത് ഇനി മിക്സിയിൽ അടിച്ചെടുക്കാം. നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റാക്കി എടുക്കാം. അപ്പോഴാണ് അത് നന്നായിട്ട് അലുത്ത് എല്ലാം കൂടി മിക്സായി വരുള്ളൂ. കണ്ടോ, നല്ല പേസ്റ്റാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള വറുക്കാം. സവാള വഴറ്റിയെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് സവാള ഇടാം. ഞാൻ 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള നന്നായി വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കണ്ടോ, നമ്മുടെ പൊട്ടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല തളതളാന്ന് കണ്ട ഇങ്ങനെ കിടക്കണം. കണ്ട, റബ്ബർ പോലെ ഇരിക്കരുത്, നല്ല തളന്ന് ഇങ്ങനെ കിളക്കളാന്ന് കിടക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് വേവ്. അല്ലെങ്കിൽ കൂടുതൽ വേവാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മസാലയൊക്കെ ഉള്ളിൽ പിടിക്കാനൊക്കെ താമസിക്കും. എപ്പോഴും ടൈം എടുത്ത് ഇത് കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഇടിപിടിയിൽ ഉണ്ടാക്കരുത്. പൊട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലോണം ടൈം എടുത്ത് അതിന് വേവാൻ സമ്മതിച്ച് മസാലയൊക്കെ പിടിക്കാൻ സമയം കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ശരിയായ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പം നല്ല വെന്തിട്ടുണ്ട്. ഇനി വെന്താലും പ്രശ്നമില്ല. നല്ല പട്ടുപോലെ അരിയണ പോലെയൊക്കെ വേണമെങ്കിൽ വെക്കാം. നമുക്ക് താളിച്ചിട്ട ശേഷം വേണമെങ്കിലും പിന്നെയും ഇട്ട് ചൂടാക്കി വേവിച്ച് വീണ്ടും അപ്പം മസാലയൊക്കെ കിടന്ന് ഒന്നും കൂടി വേവും. അപ്പോഴും നല്ല ടേസ്റ്റായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് സവാള മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ പേസ്റ്റ് ചേർക്കാം. തേങ്ങ അടിച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഞാൻ ആ കുക്കറിലേക്ക് തന്നെ ആ മസാല ഇട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഉള്ളി മുരിക്കാൻ എടുത്ത ചട്ടി ചെറുതാണ്. അപ്പം അതിങ്ങോട്ട് ഇടുന്നതാണ് എനിക്ക് എളുപ്പം. അല്ലെങ്കിൽ ഞാൻ വേറെ ചട്ടി എടുത്ത് അതിലേക്കൊക്കെ മാറ്റണം. അപ്പം ഇത് കുക്കറിലേക്ക് തന്നെ ഞാൻ താളിച്ചിടുവാണ്. ആദ്യം ഞാൻ ആ മസാല ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യണം. കണ്ടോ, തേങ്ങ വറുത്തരച്ചത് ചേർക്കുമ്പോൾ തന്നെ അതിൻ്റെ മണം നല്ലൊരു മണമാണ് വരുന്നത്. വേപ്പിലയും എല്ലാം അടിച്ച് ചേർത്തിട്ടുണ്ടല്ലോ.
നമുക്ക് ഇതിലേക്ക് സവാള വഴറ്റിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കായോ ഉരുളക്കിഴങ്ങ് കൂർക്ക അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ ആക്കി കറിയാക്കി ഉപയോഗിക്കാം. ഈ കറി തന്നെ ചട്ടിയിൽ കോരിയിട്ട് ഡ്രൈ ആക്കി എടുത്താലും അത് ഫ്രൈ ആയി കിട്ടും. ഈ താളിച്ചതിൽ നിന്ന് തന്നെ എടുത്ത് ചട്ടിയിൽ ചെറിയ ചട്ടിയിലിട്ടിട്ട് അത് ഇത്തിരി വെളിച്ചെണ്ണയും കൂടിയിട്ട് നന്നായിട്ട് ആ വെള്ളം വറ്റിച്ച് ഡ്രൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള പോട്ടിയും കിട്ടും. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി. ഇനിയും വീണ്ടും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു കേട്ടോ. എല്ലാവരും എൻ്റെ സൂപ്പർ സിമി എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുമ്പോട്ടുള്ള യാത്ര ഇതിൽ. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. നന്ദി. ഞാൻ ഈ ചട്ടിയിലേക്ക് കുറച്ച് ഇട്ട് ഡ്രൈ ആക്കി നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഞാനിതിൽ അതിൽ നിന്ന് കുറച്ച് മസാലയും പോട്ടിയും എടുത്ത് ഇട്ടിട്ടുണ്ട്. ഇത് ഡ്രൈ ആയി, അതും കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പം ഞാനത് ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം നന്നായി വറ്റട്ടെ. വെള്ളം കുറേ കൂടി വറ്റിയിട്ടുണ്ട്. കണ്ടോ, കണ്ടോ നല്ലതായിട്ട് ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഇതിൽ നമ്മളിട്ടിരിക്കുന്ന സവാളയുമൊക്കെ പൊടികളൊക്കെ കൂടുതൽ മുരിഞ്ഞു പോയാൽ കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. അപ്പം അത് ഇത്ര മതിയാവും. ഓക്കെ, അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കണ്ടതിൽ സന്തോഷം. നമുക്ക് അടുത്ത ഇത് കാണുമ്പോഴത്തേക്കും ബൈ.